വയോധികനോടാണ് ആ കാണിക്കുന്ന കയ്യൂക്ക് എന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെ അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. പട്നയിൽ 2 പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ദുരൂഹ മരണത്തെ തുടർന്നുള്ള പ്രതിഷേധം അക്രമാസക്തമായി. പാടലിപുത്ര പോലീസ് സ്റ്റേഷൻ പ്രദേശത്ത് അടൽ പാതയിൽ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിയുകയും നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർക്കുകയും റോഡിൽ തീയിടുകയും ചെയ്തു. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, പാടലിപുത്രയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്താണ് പശ്ചാത്തലം? പാടലിപുത്രയിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് അവിടെ വലിയ തോതിൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്. അട്ടൽ പത്തിലാണ് ഇപ്പോൾ സംഘർഷം വൈകുന്നേരത്തോടെ പൊട്ടിപ്പുറപ്പെട്ടത്. ഓഗസ്റ്റ് 15-ന് 2 കുട്ടികൾ അവിടെ മരിച്ച നിലയിൽ ഒരു വാഹനത്തിന് കാറിനകത്ത് കണ്ടെത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ചെറിയ കുട്ടികളാണ്, 5ഉം 7ഉം വയസ്സുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവരുടെ മരണം ഒരു കൊലപാതകമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബന്ധുക്കളും അതുപോലെ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പാടലിപുത്ര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഇവർ പ്രതിഷേധം നടത്തിയത്. പോലീസിനെതിരെ ആദ്യം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ആ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങി. വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു, ബൈക്കുകൾ കത്തിച്ചു. അതുകൂടാതെ ഒരു കാറും അവിടെ അഗ്നിക്ക് ഇരയാക്കി. തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും വെടിയുതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വലിയ സേനയെ പോലീസ് പ്രദേശത്തേക്ക് വിന്യസിച്ചു. IG ജിതേന്ദ്ര റാണയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അവിടെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുന്നത്. ഒപ്പം പാട്ന സെൻട്രലിന്റെ SP ദീക്ഷയുടെ നേതൃത്വത്തിലുള്ള സേനയും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ശക്തമായ ഒരു നീക്കമാണ് നടക്കുന്നത്. ഏതായാലും BJP ഒരു കാര്യം നേതാക്കൾ വ്യക്തമാക്കുന്നത്, നിതീഷ് കുമാർ സർക്കാരിന് കീഴിൽ ഒരു കൃത്യമായ നിയമ സംവിധാനം ഉണ്ടാകും, അതുകൊണ്ട് കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് BJP നേതാക്കൾ വ്യക്തമാക്കുന്നു. പക്ഷേ ജനക്കൂട്ടം ഇത് ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യം നീങ്ങുകയായിരുന്നു. നേരത്തെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കുറ്റവാളികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ നാട്ടുകാരും അതുപോലെ ഈ കുടുംബാംഗങ്ങളും ഒക്കെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മോദിയുടെ ബിരുദം രഹസ്യം തന്നെ. പ്രധാനമന്ത്രിയുടെ ബിരുദം സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവാണ് കോടതി തള്ളിയത്. ഡൽഹി സർവകലാശാല സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് വിധി. 1978-ൽ BA പരീക്ഷ പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ പരിശോധിക്കാൻ നീരജ് എന്ന ആളാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത്. പൊതു താൽപര്യമില്ലാത്ത വെറും ജിജ്ഞാസയ്ക്ക് വേണ്ടിയുള്ള വിവരാവകാശ അപേക്ഷ ന്യായീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു സർവകലാശാലയുടെ നിലപാട്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് പൊതുജന നന്മയ്ക്ക് ഉപകരിക്കുമെന്ന എതിർഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. അയ്യപ്പ സംഗമത്തിൽ വാക്പോര്. ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും തടയുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും തടയും. ശബരിമലയെ തകർക്കാനുള്ള തീരുമാനത്തിന്റെ ആവർത്തനമാണിപ്പോൾ നടക്കുന്നത്. ഹിന്ദു വിശ്വാസത്തെ പരസ്യമായി അവഹേളിച്ച നേതാക്കളാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും. വിശ്വാസികളോട് ഇവർ പരസ്യമായി മാപ്പ് ചോദിക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു.